അമീബിക് മസ്തിഷ്ക ജ്വരം, അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നത് അപൂർവവും എന്നാൽ അതീവ ഗുരുതരവുമായ ഒരു അണുബാധയാണ്. നെയ്ഗ്ലേറിയ ഫൗളേരി എന്നറിയപ്പെടുന്ന ഒരിനം അമീബയാണ് ഈ രോഗത്തിന് കാരണം. ഇത് സാധാരണയായി തലച്ചോറ് തിന്നുന്ന അമീബ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും അറിയപ്പെടുന്നു. രോഗം എങ്ങനെ വരുന്നു? അഴുക്കായ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന ഇളം ചൂടുവെള്ളത്തിലാണ് ഈ അമീബകൾ കാണപ്പെടുന്നത്. തടാകങ്ങൾ, നദികൾ, കുളങ്ങൾ, നനഞ്ഞ മണ്ണ്, ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്യാത്ത നീന്തൽക്കുളങ്ങൾ എന്നിവയിൽ ഇവയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അമീബ അടങ്ങിയ വെള്ളം മൂക്കിലൂടെ തലച്ചോറിലെത്തുമ്പോഴാണ് അണുബാധയുണ്ടാകുന്നത്. മൂക്കിലെ മ്യൂക്കോസ പാളികളിലൂടെ തലച്ചോറിലേക്ക് കടക്കുന്ന അമീബ അവിടെ ഗുരുതരമായ വീക്കമുണ്ടാക്കുന്നു. വായിലൂടെ വെള്ളമകത്തേക്ക് പോയാൽ ഈ അണുബാധയുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. രോഗലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് ഏകദേശം 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. സാധാരണ മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി ഇതിന് സാമ്യമുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്: കഠിനമായ തലവേദന, കടുത്ത പനി, ഛർദി, ഓക്കാനം, കഴുത്തുവേദന, രുചിയും ഗന്ധവും തിരിച്ചറിയാൻ കഴിയാതെ വരിക. രോഗം ഗുരുതരമാകുമ്പോൾ ബോധക്ഷയം, അപസ്മാരം, ഓർമ്മക്കുറവ്, ശരീരം മരവിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. ഈ രോഗം വേഗത്തിൽ മൂർച്ഛിക്കാനും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് 90% മുകളിലാണ്. പ്രതിരോധ മാർഗങ്ങൾ. ഈ രോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. അതിനാൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. പക്ഷേ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ എന്നിവിടങ്ങളിൽ കുളിക്കുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക. ഇത്തരം സ്ഥലങ്ങളിൽ വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നത് ഒഴിവാക്കുക. വീട്ടിലെ കിണറുകളിലെയും നീന്തൽക്കുളങ്ങളിലെയും വെള്ളം ക്ലോറിനേഷൻ നടത്തി ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം സാഹചര്യങ്ങളിൽ മൂക്കിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടത് വളരെ പ്രധാനമാണ്.